ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അടിപൊളി രുചിയിലുള്ള ഒരു മത്തി മുളകിട്ടതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നല്ല കുറുകിയ ചാറോടുകൂടി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ആദ്യം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറച്ച് മത്തി ഇവിടെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മത്തി ഇങ്ങനെ വരഞ്ഞിടുന്നത് നമ്മൾ അരപ്പിലിട്ട് തിളപ്പിക്കുമ്പോൾ അതിലേക്ക് അതിൻ്റെ ഉപ്പും പുളിയെല്ലാം പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞിടുന്നത്. വരഞ്ഞിടാത്തവരും ഉണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായി വേണ്ടുന്നത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പുളി, കറിവേപ്പില, പിന്നെ കുറച്ച് പൊടികൾ: മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ കറി വെക്കാനായിട്ട് വേണ്ടുന്നത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇന്നിവിടെ കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു മൺചട്ടിയാണ്. ചട്ടി വെക്കുന്ന കറിക്കാണ് ഒരു പ്രത്യേക തരം ടേസ്റ്റ് ഉള്ളത്. അങ്ങനെ ചട്ടി അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചിലർ ഇഞ്ചി ചതച്ചാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇഞ്ചി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇഞ്ചി ഒന്ന് മൂത്ത് ഇഞ്ചിയുടെ ഒരു പച്ച മണം മാറുന്നിടം വരെ ഇളക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചേർക്കണം. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ അത് ഇളക്കണേ. അതൊന്ന് വഴണ്ട് വരുമ്പോൾ വന്ന് അതിൻ്റെ ഒരു പച്ച മണം മാറിയാൽ കറിക്കൊരു ടേസ്റ്റ് ഉള്ളൂ. അങ്ങനെ അതൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ നമ്മൾ അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് അതൊന്ന് ചൂടാവുന്നിടം വരെ ഒന്ന് ഇളക്കണം. പൊടികൾ ഒന്ന് ചൂടായി അതിൻ്റെ പച്ചമണം മാറിയാലേ ഒരു ടേസ്റ്റൊക്കെ കറിക്ക് വരത്തുള്ളൂ. പൊടികളൊക്കെ ഒന്ന് ചൂടായി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പുളി അതുകൂടെ ചേർത്ത് ഇളക്കി നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാമേ. അരപ്പ് ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ടേ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാവേ. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിൻ്റെ കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.